ഈ ദുരന്തത്തെ ഏറ്റവും കൂടുതൽ ആ ദുരന്തത്തിനകത്ത് ഇടപെട്ട ഒരാൾ ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ അതിൽ ആ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന, അതിൽ പോലും മണ്ണിനോടുള്ള ബഹുമാനമുണ്ട്. ചാണ്ടി ഉമ്മനോട് ഇപ്പോഴും എനിക്ക് ആരാധനയല്ല തോന്നുന്നത്, ആദരവാണ് തോന്നുന്നത്. 100% ചാണ്ടി ഉമ്മനെ അവർക്ക് ആ മന്ത്രിസഭയിൽ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. രാഷ്ട്രീയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സന്ദേശം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ എഴുതി തള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാണ്ടിച്ചൻ പറയാൻ എനിക്ക് പന്ത് കളിക്കാൻ പോകണം, നമുക്ക് പിന്നെ ലൂസാക്കിയ പോലെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും പുതുപ്പള്ളിയിലുണ്ടെങ്കിലും എത്ര തിരക്കുകളുണ്ടെങ്കിലും പൊതുയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് നേരം പന്ത് കളിക്കുക. ജാട വെച്ച് സൂക്ഷിക്കാത്ത, അഹങ്കാരം വെച്ച് സൂക്ഷിക്കാത്ത, റീൽസ് ഇട്ട് കളിക്കാത്ത, അതും കൂടെ സ്പെഷ്യലായിട്ട് പറയണം. വൈറ്റ്സ്മാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ചാണ്ടി ഉമ്മൻ ഒരു പക്വതയില്ലാത്ത നേതാവായിട്ടാണ് ആദ്യകാലത്തൊക്കെ എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ എന്നാൽ വളരെ പക്വതയോടുള്ള ഒരു പെരുമാറ്റവും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ കോട്ടയത്ത് നടന്ന അപകടത്തിൽ ചാണ്ടി ഉമ്മന്റെ നിലപാടായിക്കോട്ടെ, അതിനുശേഷം ഇന്ന് നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ബോയ്സ് ഹോസ്റ്റലിലുണ്ടായിരുന്ന ചെക്കിംഗ് ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ചാണ്ടി ഉമ്മൻ മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് ഇതിനോടുള്ള ഒരു അഭിപ്രായം? ചാണ്ടി ഉമ്മൻ പക്വതയില്ലാത്ത നേതാവാണെന്നുള്ള ഒരു നരേഷൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. ചാണ്ടി ഉമ്മൻ എന്താണെന്ന് ആരും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ 2022 തൊട്ട് പറയുന്നുണ്ട് ചാണ്ടി ഉമ്മൻ ഭാവിയുടെ ഒരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തുടക്കത്തിൽ പോലും എന്നോട് എൻ്റെ കസിൻ ബ്രദറാണ്, സ്വരാജിൻ്റെ അടുത്ത സുഹൃത്താണ്, കോളേജ് അധ്യാപകനാണ്, ആളെ പേര് ഞാൻ പറയുന്നില്ല. അവൻ എന്നോട് പറഞ്ഞാൽ അവനിപ്പോൾ പൊട്ടറാണ്, ചാണ്ടി ഉമ്മന് വിവരമില്ലല്ലോ, അവനിപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. പുതുപ്പള്ളി ജയിച്ചപ്പോൾ ഇവരൊക്കെ ഇതാ പറഞ്ഞത്. പക്ഷേ ചാണ്ടി ഉമ്മൻ 2022 തൊട്ട് തന്നെ, കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയമായിട്ടുള്ള വിവാദം ആദ്യം ഏറെ ചെയ്യുന്നത് ഞാനാണ്. ചുമ്മാ ഫോണും കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് വിവരങ്ങൾ കിട്ടിയായിരുന്നു. മെയിൻ സ്ട്രീം മീഡിയപ്പെട്ട ആളുകൾ തന്നെ എന്നോട് വിളിച്ച് സംസാരിച്ചത്. അവരെന്നോട് പറഞ്ഞു പാരമ്പര്യ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, അപ്പോൾ ഈ വിഷയം റൈസ് ചെയ്യണം. ഞങ്ങൾക്കൊന്നും മാനേജ്മെൻറ്റ് സമ്മതിക്കുന്നില്ല, ഏഷ്യാനെറ്റിലും മനോരമ ന്യൂസിലും ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ട് ഞാൻ നാണം കെടുമെന്ന് ചോദിച്ചു. ഇല്ല, രാജ്യം തുടങ്ങി വെച്ചാൽ ഞങ്ങൾക്കത് ഏറ്റുപിടിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കൈ പിടിച്ച് ഈ സാധനം ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, പോസിറ്റീവ് സെൻസിലാണ് ചെയ്തത്. പക്ഷേ പ്രാർത്ഥനയുടെ വഴിയെ പോകുന്നു എന്നുള്ള, മരുന്ന് തന്നെ വേണം, നമ്മൾ ജീവിക്കുന്നത് 2022 ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. ഇപ്പം എൻ്റെ മമ്മിയൊക്കെ ഹൈലി സ്പിരിച്വലായിരുന്നു. പ്രാർത്ഥന ഉണ്ടെങ്കിൽ അസുഖം മാറും എന്നൊക്കെയുള്ള തോന്നല്. മമ്മി നേഴ്സാണ്, ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാനിതെല്ലാം എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. മമ്മി ഒരു കാലത്ത്, എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഉപവാസം എടുക്കുന്ന രീതിയുണ്ട്. അപ്പം മമ്മിക്ക് ഷുഗറും പ്രഷറും കാര്യങ്ങളും കൊളസ്ട്രോളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗൾഫിലാണ്. അപ്പം എൻ്റെ പെങ്ങന്മാർ വരുമെന്നും പറഞ്ഞിട്ട് മമ്മി കേൾക്കത്തില്ല. മമ്മി ഈ 2 ദിവസം രാവിലെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ബൈബിളും കൊണ്ടങ്ങിയിരിക്കും. ഞാൻ മമ്മിയോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിലെത്തി ആദ്യം ആ പുസ്തകം എടുത്തിട്ട് ഞാൻ വലിച്ചു കയറി കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു. അപ്പം മോനെ അങ്ങനെ പറയല്ല, ദൈവം തന്നെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് ദൈവം തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ മമ്മിക്ക് നിർബന്ധമാണെങ്കിൽ 1 ദിവസം എടുത്തോ, 2 ദിവസം എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് ഈ വിഷയം ഏറെ ചെയ്തു. ഇത് ഭയങ്കര വൈറലായിപ്പോയി. പിറ്റേന്ന് മുഖ്യമന്ത്രി ആലുവ പാലസിൽ പോകുന്നു, ഉമ്മൻചാണ്ടിയെ കാണുന്നു, ഇങ്ങനെയുള്ള വരുന്നു. ഈ സമയത്ത് സ്വാഭാവികമായും ശത്രുതാപരമായൊരു സമീപനം ചാണ്ടി ഉമ്മനൊക്കെ എന്നോട് സ്വീകരിക്കാം. അച്ചുമ്മൻ അപ്പുറത്തായിരുന്നു, ചാണ്ടി ഉമ്മനും അറിയുമ്മനും ഇവരുടെ അമ്മയും ഇപ്പുറത്താണ്. പക്ഷേ വളരെ മാന്യമായിട്ടാണ് ഡീൽ ചെയ്തത്. ഞാനിതും പറഞ്ഞിരുന്നു, ആ വൃത്തികെട്ട പെണ്ണുപിള്ളയാണ് ഈ മനുഷ്യനെ ദ്രോഹിയാക്കി മാറ്റിയത്. കാരണം വയസ്സുകാലത്ത് കേൾക്കാൻ കൊള്ളാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെ ഫേസ് ചെയ്യുന്നത്, അയാൾ അനുഭവിക്കുന്ന ഒരു ആന്തരിക സംഘർഷം ആലോചിച്ച് നോക്ക്. സ്വന്തം നിരപരാധിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു നിസ്സഹായത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. സാധാരണ മനുഷ്യരാണെങ്കിൽ ഇപ്പോൾ ആത്മഹത്യയിലോട്ട് പോകും, അല്ലെങ്കിൽ കുത്തിക്കൊല്ലും ഈ ആരോപണം ഉന്നയിച്ചോളെ. അപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്ന ചാണ്ടി ഉമ്മൻ. അതിനുശേഷം ഞാൻ ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിക്കുന്നു. ചാണ്ടി ഉമ്മൻ പിന്നീട് ഒരു ജർമ്മനിയിലോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി അവിടെ പോകാൻ നിർദ്ദേശിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം സ്വാഭാവികമായി ഒരു വിവാദം ഉണ്ടാക്കിയ ആളെന്നുള്ള രീതിയിൽ ശത്രുത കാണിക്കാം. ചാണ്ടി ഉള്ളൊരു ഗുണം ഞാൻ കണ്ടത്, തിരിച്ചു വന്നു കഴിയുമ്പം ഇവർ തിരിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക്. പുള്ളി അന്ന് പത്തനംതിട്ടയിൽ എന്തൊരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് പിന്നാക്കിയ പോലെയെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വരണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ വരാൻ ലേറ്റ് ആകുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, കാരണം എന്നോട് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കുളിച്ചിട്ട് പുതുപ്പള്ളി വീട്ടിൽ കയറിയിട്ട് വേണം വരാൻ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. രാത്രി 9 മണി കഴിയുമ്പോഴാണ് സ്റ്റുഡിയോയിൽ വരുന്നത്. 5 മണിക്ക് അടച്ചു പോകുന്ന സ്ഥാപനമാണ്, നവകേരളയിലാണെന്ന്. കൂടെ വന്ന ടീം, ഒന്നൊരു DCC സെക്രട്ടറി, ഡ്രൈവർ, എല്ലാം കൂട്ടുകാരെ പോലെ കൊണ്ടെടുക്കുന്നത്, സഹോദരങ്ങളെ പോലെ, കൂട്ടുകാരൊന്നുമല്ല സഹോദരങ്ങളെ പോലെ കൊണ്ടെടുക്കുന്നത്. ഒരു ജാടയില്ല, അഹങ്കാരവും ഇല്ല. അന്ന് നവകേരളയിലുണ്ടായിരുന്ന എല്ലാ ടീമിനും ഭയങ്കര ഇഷ്ടമായിപ്പോയി പുള്ളിയെ. വന്നിട്ട് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ പിരിയുന്നത്. അന്ന് ഇരുന്ന് നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പം പൊളിറ്റിക്സ് പറയുന്നത് വേറെ,
പൊളിറ്റിക്സ് പറയുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അന്ന് ഞങ്ങളിരുന്ന് പേഴ്സണലി ഇരുന്ന് സംസാരിക്കുമ്പോഴും വളരെ നല്ല ഡെപ്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ദർശനമുണ്ട്. ഒരു മനുഷ്യൻ ആദ്യമായിട്ടുള്ള അവൻ്റെതായ ഒരു വിഷനാണ്. ഭഗവത്ഗീത വായിച്ചിട്ടോ, ഖുറാൻ വായിച്ചിട്ടോ, ബൈബിൾ വായിച്ചിട്ടോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടോ, അല്ലെങ്കിൽ ഗാന്ധിസത്തെക്കുറിച്ച് പഠിച്ചിട്ടോ ഒന്നുമല്ല. ഒരു അവനവനെ സ്വന്തമായ ഒരു ദർശനം. ശബരിമലയിലൊക്കെ പോയി ദർശനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഹിന്ദു സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, ക്രൈസ്തവ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, ഖുറാനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴല്ല. മേയർ ആര്യ രാജേന്ദ്രൻ ഒരു റോട്ടിലൊരു അഭ്യാസമൊക്കെ കാണിച്ച് ആ സംഭവം ഉണ്ടായപ്പം എനിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ആര്യ രാജേന്ദ്രൻ കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് ജാമ്യം എടുക്കണം, സൈബർ പോലീസിനടുത്ത് ഹാർഡ് ഡിസ്കും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഞാനും അന്ന് സ്മാർട്ട് പിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞങ്ങൾ പോയപ്പം എന്തായാലും ഇവിടുന്ന് വണ്ടിക്ക് എണ്ണടിച്ച് തിരുവനന്തപുരം വരെ പോവുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് അവിടെ ആരെങ്കിലും കിട്ടുമോ, നമുക്ക് എന്നാൽ കൂട്ടത്തിൽ 2 ഇൻ്റർവ്യൂ നടത്തി പോരാ. അപ്പോൾ തന്നെ ചാണ്ടിച്ചനെയും വിളിച്ചു, TP സെൻകുമാറിനെയും വിളിച്ചു. ഇവരുടെ താല്പര്യപ്രകാരം ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. 2 പേരും വില്ലിങ്ങായി. ഞങ്ങൾ ഈ കോടതി നല്ല സ്റ്റേഷനിൽ പോയി ജാമ്യത്തിൻ്റെ പ്രോസസ്സെല്ലാം നടത്തി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റായി. ഇന്ന് സെൻകുമാർ സാറിൻ്റെ വീട്ടിൽ പോകുന്നു, പുള്ളിയുടെ ഇത് എടുക്കുന്നു. അത് അപ്പോഴേ ചാണ്ടിച്ചൻ പറയാൻ എനിക്ക് പന്ത് കളിക്കാൻ പോകണം, നമുക്ക് പിന്നെ ലൂസാക്കിയ പോലെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും പുതുപ്പള്ളിയിലുണ്ടെങ്കിലും എത്ര തിരക്കുകളുണ്ടെങ്കിലും പൊതുയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് നേരം പന്ത് കളിക്കാം. അത് കൂട്ടുകാരെ പോലെയാണ്, നാട്ടിലെ ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് ഒരു ജാട വെച്ച് സൂക്ഷിക്കാത്ത, അഹങ്കാരം വെച്ച് സൂക്ഷിക്കാത്ത, റീൽസ് ഇട്ട് കളിക്കാത്ത, അതും കൂടെ സ്പെഷ്യലായിട്ട് പറയണം. റീൽസ് ഇട്ട് കളിക്കുന്നതാണല്ലോ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, യുവ നേതാക്കന്മാരുടെ ഒരു സ്വഭാവം. ഈ പിന്നെ പൊട്ടിയടിച്ച് ഇറങ്ങിച്ച് വർത്തമാനം പറയാനറിയും, വർത്തമാനം പറയാൻ ചാണ്ടിച്ചനറിയും. അപ്പോൾ അന്നിരുന്ന് സംസാരിച്ചപ്പം ആണ് ഈ ഭാരതീയ ദർശനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പിന്നെ ധാരണയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ആ ഇൻ്റർവ്യൂവിന് ആൾക്കാർക്ക് പിന്നെ ഈ പൈങ്കിളി സാധനങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ എക്സ്ക്ലൂസീവ് സാധനങ്ങളുണ്ടെങ്കിലേ റീച്ച് കിട്ടത്തുള്ളൂ. ഇതങ്ങനല്ലായിരുന്നു, ക്ലാസിക്കൽ സാധനമായിരുന്നു അന്ന് ചാണ്ടിച്ചൻ പറഞ്ഞത്. ചാണ്ടിച്ചൻ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യൻ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു ക്രൗഡ് പുള്ളറായിരുന്നു, ഏറ്റവും ജനകീയനായ ഒരു കരിസ്മാറ്റിക് ലീഡറായിരുന്നു, ഒക്കെയായിരുന്നു. ആ കരിസ്മ ചാണ്ടിച്ചനിലുണ്ടായിരിക്കെ ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്തൊരു ഗുണം കൂടെ ഉണ്ട്. ഉമ്മൻചാണ്ടി ഒരിക്കലും നല്ല പ്രസൻറ്റർ ആയിരുന്നില്ല. അങ്ങനെ സംസാരിച്ച് അവതരിപ്പിക്കാനൊന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്കി അത്ര കാര്യങ്ങളുണ്ടെങ്കിലും കോഴിക്കോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചാണ്ടിച്ചന് പറയേണ്ടത് കൃത്യമായി ഒരക്ഷരം പോലും അതിൽ നിന്ന് കൂട്ടിച്ചേർക്കാനും ഇല്ല, ഒരക്ഷരം പോലും അതിൽ നിന്ന് കുറയ്ക്കാനും ഇല്ല. ഇപ്പം നിയമസഭയിലൊക്കെ നമ്മളെ പല എല്ലാ പാർട്ടികളും യുവ നേതാക്കന്മാരൊക്കെ പലരും പിന്നെ ചർച്ചയിലാണെങ്കിലും പിന്നെ ഒരു ബൈറ്റ് കൊടുക്കുകയാണെങ്കിലും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ പറയാം. വേണമെങ്കിൽ ചാണ്ടിച്ചന് പറയാം മുഖ്യമന്ത്രി അങ്ങനെയാണ്, പിന്നെ വീണ ജോർജ് ഇങ്ങനെയാണ്, നമുക്ക് അങ്ങനെയൊന്നുമില്ല. മാന്യത വിട്ടൊരു വാക്ക് എനിക്കൊന്നും ഇത്രയും മാന്യത കാണിക്കാൻ ഒരു കാലത്തും കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു വൈകാരികമായിട്ട് ഞാൻ പ്രതികരിച്ചു. ആ വൈകാരികത മുഴുവൻ ചാണ്ടിച്ചൻ്റെ മുഖത്ത് നിഴലിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ചാണ്ടി ഉമ്മൻ സമനില തെറ്റി പെരുമാറിയിട്ടില്ല. ആ സമയത്ത് അവിടെ നിന്ന് സത്യത്തിൽ ഈ ദുരന്തത്തെ ഏറ്റവും കൂടുതൽ ആ ദുരന്തത്തിനകത്ത് ഇടപെട്ട ഒരാൾ ചാണ്ടി ഉമ്മനാണ്. സർക്കാർ 25 ലക്ഷം രൂപ കൊടുക്കുകയും ജോലി കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുമ്പം ആദ്യം എൻ്റെ വക 5 ലക്ഷം ആദ്യം പ്രഖ്യാപിച്ചത് 5 ലക്ഷം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ചാണ്ടി ഉമ്മൻ അവിടെ നടത്തുന്ന 50ഓളം വീടുകൾ വെച്ചു കൊടുത്ത ചരിത്രം ഇതുവരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അതായത് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറ്റേ കൈ കൊണ്ട് അറിയിക്കേണ്ട എന്ന് കരുതി ഒതുക്കി വെച്ചു. ഇത് ഇത്തരം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിനകത്ത് പുറത്തോട്ട് പറയുന്നത് മറ്റവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പ്രഷർ ചെലുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 5 ലക്ഷം കൊടുത്തു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മറ്റ് പലരിൽ നിന്നും സ്വീകരിച്ചു. കാരണം ചാണ്ടി ഉമ്മൻ്റെ അടുത്ത് എടുത്തു കൊടുക്കാനൊന്നുമില്ല. അതായത് പലരും ഹെൽപ്പ് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും, എന്നിട്ട് ആ പൈസ എടുത്തിട്ട് 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുമ്പം സർക്കാർ അത് കഴിഞ്ഞപ്പോൾ ആ വാസവം കൊണ്ടുപോയിട്ട് 50,000 രൂപ കൊണ്ടുപോയി കൊടുത്ത പ്രാഥമികമാണ് സർക്കാർ ഇനിയിപ്പോൾ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഇത് കേരളത്തിൽ വലിയ പ്രശ്നമായിട്ട് മാറും. ഇതേപോലെ തന്നെ അത് മാത്രമല്ല, ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്ന അഭിമുഖങ്ങൾ, ഇന്നലെ ചാനൽ ഡിബേറ്റിനകത്തൊക്കെ ഇരുന്നപ്പം വെല്ലുവിളിക്കാൻ പോയില്ല, എടാ പോടാ വിളിക്കാൻ പോയില്ല, ഒന്നും പറയാൻ പോയില്ല. മാന്യമായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് ആളുകൾ ചാണ്ടി ഉമ്മനെ തിരിച്ചറിയുന്നത്. ഞാനിത് 3 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞതാണ്, പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഞാൻ എന്നോട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പിന്നെ അങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ മനുഷ്യൻ പ്രകടനപരതയില്ല, ഇങ്ങനെ എല്ലാം കാട്ടിക്കൂട്ടി നടക്കുന്നു, അത് ലോകത്തോടെപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, റീൽസ് ഇട്ട് കളിക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ പുള്ളി 50 വീട് വെച്ച് കൊടുത്തതൊക്കെ നമ്മളിപ്പോൾ അറിയുന്നു. ഈ 50 വീട് വെച്ച് കൊടുത്തപ്പോഴും വലിയ സമ്മേളനം വിളിച്ച് താക്കോൽ ദാനം ചാണ്ടി ഉമ്മൻ നടത്തുന്നു, എന്നിട്ട് അതിൻ്റെ വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നു, ഒന്നും ചെയ്തില്ലല്ലോ. ഇതൊരു നിർണായക ഘട്ടത്തിൽ ഇതുപോലും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പറഞ്ഞത് സർക്കാർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ആദ്യമേ തന്നെ
അതെ കൊട്ടിഘോഷിച്ച് നടക്കുമായിരുന്നു. ഉപയോഗിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃഗുണം നന്നായിട്ടുണ്ട്. നേതൃഗുണം എന്ന് പറഞ്ഞാൽ സൈലന്റ് അച്ചീവറാണ്. ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുമ്പോൾ KSUവിൻ്റെ പിന്നെ ദേശീയ നേതൃത്വത്തിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഉമ്മൻചാണ്ടി ബ്ലോക്ക് ചെയ്തു. മറ്റു പലരും മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, ഒരു ക്വാളിറ്റി ഇല്ലാത്തവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ വന്നാൽ എൻ്റെ മകനായതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു എന്നുള്ള ഒരു ദുഷ്പേരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പുള്ളി ബ്ലോക്ക് ചെയ്ത് നിർത്തിയതാണ്. പലരും പറഞ്ഞപ്പോഴും ചാണ്ടി ഉമ്മൻ അങ്ങനെയാണ്. ചാണ്ടി ഉമ്മൻ സ്വയം വഴിവെട്ടി വന്നതാണ്. ചാണ്ടി ഉമ്മൻ ആരും അപ്പൻ്റെ മോനായതുകൊണ്ട് വന്നതൊന്നുമല്ല. പിന്നെ ഇലക്ഷനകത്ത് അത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വല്ലാത്ത ഇതും കൂടെ ഉണ്ട്. പുതുപ്പള്ളിക്കാർ പോലും ചാണ്ടി ഉമ്മൻ എന്താണെന്ന് തിരിച്ചറിയുന്നത് MLA ആയതിനു ശേഷമാണ്. അതുവരെ അവരിങ്ങനെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ ഇങ്ങനെ കാണുന്നുള്ളൂ. ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണയുണ്ട്. പിണറായി വിജയനെ പോലും ഇപ്പയ്ക്ക് സുഖമില്ലായിരുന്ന സമയത്ത് CMൻ്റെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായ സമീപനം ഉണ്ടായെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിനും കോൺഗ്രസ്സുകാരടുത്ത് സൈബർ അറ്റാക്ക് ഉണ്ടായി. അത് ഫാക്റ്റായിട്ട് പറയണം. ഇപ്പം എനിക്ക് ഗ്രീഷ്മയോട് ദേഷ്യമുണ്ടെന്നും കണ്ട് ഞാനൊന്ന് വീണ് കിടന്നപ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു കാലേ മുറിവ് വന്നപ്പോൾ ഗ്രീഷ്മ എനിക്ക് പിന്നെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് എന്താ കുഴപ്പം? രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം. പിന്നെ ഒരാൾ തെറ്റ് ചെയ്യുമ്പം നീ കാണിച്ച തെമ്മാടുത്തരാണെന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു നല്ല കാര്യം ചെയ്താൽ അതും കൂടെ അംഗീകരിക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടാവണം. അപ്പോൾ അതാണ് ഒരു വിശാലമായ മാനവികത എന്നും പ്രബുദ്ധമായ രാഷ്ട്രീയമെന്നും സൃഷ്ടിപരമായ രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ പറയുന്നത്. മറ്റേത് സംഹാരാത്മകമായ രാഷ്ട്രീയമാണ്. ആ സംഹാരാത്മകമായ രാഷ്ട്രീയം എപ്പോഴും തിരിച്ചടി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ജോഡയാത്രയിൽ ഈ ചെരുപ്പിടാതെ നടക്കുന്നത് ആൾക്കാരെല്ലാം അത് കൃത്രിമമാണ്. പിന്നെ ചെരുപ്പിടാതെ നടക്കുന്ന കാട്ടിക്കൂട്ടിലാവാ. ചാണ്ടി ഉമ്മൻ ഭൂരിഭാഗം സമയത്തും ചെരുപ്പിടാതെ നടന്നിട്ടുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം 2 കിലോമീറ്റർ ദൂരത്തായിരുന്നു LP സ്കൂളുള്ളത്. എനിക്ക് ചെരുപ്പിടാതെ പോകുന്നതായിരുന്നു ഇഷ്ടം. ഞാൻ ചെരുപ്പിടത്തില്ല. വീട്ടിൽ നിന്ന് വഴക്ക് പറയും, എന്നാലും ഞാൻ ചെരുപ്പിടത്തില്ല. ചെരുപ്പേ ഉപയോഗിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ്സിലാകുമ്പോൾ ടൗണിൽ പോകണം. ടൗണിൽ പോകുമ്പോൾ പിന്നെ ചെരുപ്പിടാതെ നമുക്ക് രക്ഷയില്ല. ഈ മാലിന്യങ്ങളും ഇതെല്ലാം കിടക്കും. മറ്റേ നാട്ടിൻപുറത്തെ പിന്നെ വെറും മൺ റോഡാണ്. ടാറ് പോലും ഇട്ടിട്ടില്ല. ടാറിട്ട റോഡിലാണെങ്കിൽ ചെരുപ്പിടാതെ നടക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ഉച്ച സമയത്ത് പൊള്ളും. അപ്പം ചാണ്ടി ഉമ്മൻ അതിൽ ആ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന, അതിൽ പോലും മണ്ണിനോടുള്ള ബഹുമാനമുണ്ട്. അതിനകത്തൊരു ആത്മീയതയുണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്. കാരണം ഈ മണ്ണിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട് സ്വഭാവത്തിൽ. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ആ വിനയത്തിനും ലാളിത്യത്തിനൊക്കെ നമ്മൾ പറയുന്നൊരു പേരാണ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രായോഗികമായും പകർത്തി എന്നുള്ളതിൻ്റെ തെളിവാണ്. ജോഡയാത്രയിൽ നടന്നു. മണ്ഡലത്തിലിടയ്ക്ക് ഒരു നടത്തുമായിരുന്നു. അങ്ങനെ നടക്കും. അതേപോലെ മനുഷ്യരോട് ഇടപെടുമ്പോൾ സമഭാവനയോടെയാണ്. കൃത്രിമമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊന്നുമില്ല. ആരെങ്കിലും പോയിട്ട് അങ്ങ് ആകെ കെട്ടിപ്പിടിച്ച് ഇത് വെക്കാനൊന്നും പോകുന്നില്ല. കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു, കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്നു. അല്ലാതെ കാണുന്നവരെ എല്ലാം കെട്ടിപ്പിടിക്കുകയും. ഇപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയാലോ. ഇപ്പോൾ നിങ്ങളെ ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഗ്രീഷ്മയാണെങ്കിലും ആദിത്യനെയാണെങ്കിലും ആദർശിനെയാണെങ്കിലും ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന രീതി കേട്ടോ. ഇപ്പോൾ ഹരിതരെടുത്തു അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനോട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഇൻറ്റിമസി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ്. ആ ഒരു കെമിസ്ട്രി എൻ്റെ ബോഡി ലാംഗ്വേജിനകത്ത് അറിയാതെ വന്നു പോകും. അതേസമയം വഴിയെ കാണുന്നവരെല്ലാം ഞാൻ പോയിട്ടും കെട്ടിപ്പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ? അതാണ് ഇന്നത്തെ യുവരാഷ്ട്രീയക്കാരുടെ പലരുടെയും കാപ്പട്ടി. ഈ TN പ്രതാപൻ ഒരു പരിചയമില്ലാത്ത ആളെ കണ്ടാലും അങ്ങ് ചേർത്ത് പിടിക്കുക, തകളത്ത് 2 അടി, ഇങ്ങനെ ഒരു നുള്ള്, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ കാട്ടിക്കൂട്ടല്ല, ഇതൊക്കെ ഫേക്കാണ്. പക്ഷെ അത്തരം അഭിനയങ്ങളിലേക്കൊന്നും പോകാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. 2 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ റിയൽ സെറ്റ് കളിക്കാനൊന്നും പോയില്ല. 3000-ൽ പരം വീടാണ് കയറിയത്. ആ ചെല്ലുന്നിടത്തെല്ലാം കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തല്ല, മറ്റു പലർക്കും യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തല്ല ആരാധനയായിട്ടാണ് മാറുന്നത്. ചാണ്ടി ഉമ്മനോട് ഇപ്പോഴും എനിക്ക് ആരാധനയല്ല തോന്നുന്നത്, ആദരവാണ് തോന്നുന്നത്. ആരാധനയും ആദരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ പിന്നെ പൊട്ടന്മാർ രാവിലെ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും ഒക്കെ പിന്നെ ഇതുണ്ടാകുമ്പോൾ, ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ രാവിലെ അവിടെ പോയിട്ട് ക്യൂ നിൽക്കും. ഇവർ വീട്ടിനകത്ത് കയറ്റിയിട്ട് ചായ പോലും കൊടുക്കത്തില്ല. മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ മമ്മൂട്ടിയോ അല്ലെങ്കിൽ പിന്നെ ദിലീപോ ഒക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കൈവീശി കാണിക്കും. അപ്പോഴേക്ക് ഇവർക്ക് സന്തോഷമായി. സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ ചോദിച്ചാൽ ഈ പൊട്ടന്മാർക്ക് അല്ലെങ്കിൽ വിവരമില്ലാത്തവന്മാരാണെന്നേ അവർക്കറിയത്തില്ല. ഇതാണ് പറഞ്ഞേ, ഈ ഒരുതരം അന്ധമായ ഭക്തിയിലേക്ക് പോവുക. അങ്ങനെ പോകുന്ന രീതിയിലാണ് ഈ യുവ നേതാക്കന്മാർ പലരും അതിൻ്റെ ബെനിഫിഷ്യറീസാണ്. പണ്ടൊരു കഥയുണ്ട്. ഒരുത്തൻ അവൻ അമൃതാനന്ദമയുടെ ഭയങ്കര ഭക്തനാണ്. അപ്പോൾ രാത്രി ചെറുപ്പക്കാരനാണ്. രാത്രി ഉറക്കത്തിൽ അമ്മേ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പെറ്റമ്മ പെട്ടെന്ന് ചെറുക്കൻ എന്തെങ്കിലും പറ്റിയെന്നതിന് മോനല്ലേ പറ്റിയെന്ന് എഴുതിയിട്ട് ഓടി ചെന്നിട്ട് എന്താ മോനെ എന്താ നീ എന്നെ വിളിച്ചത്, നിനക്ക് എന്താ പറ്റിയെന്ന് വെച്ചു. തള്ളി അവിടെ നിന്ന്, നിങ്ങളെയല്ല ഞാൻ അമൃതാനന്ദ അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ആരാധനയുടെ ഒരു കുഴപ്പം. അപ്പോൾ ആ ഒരു കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ പലരും പോകുമ്പം ഇദ്ദേഹം അങ്ങനെയല്ല പോകുന്നതെന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ
UDF മന്ത്രിസഭ വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു 100% ചാണ്ടിയുമ്മനെ അവർക്ക് ആ മന്ത്രിസഭയിൽ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പറയുമ്പം കേവലം 2 വർഷമായിട്ടുള്ള MLA ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 വർഷം ആവുന്നു തിരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്ക്, 3 വർഷം മാത്രമേ MLA ആയ ഒരാളെ എടുക്കുമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പ്രാപ്തനാണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. നേതൃഗുണമുണ്ട്, മണ്ണിലിറങ്ങി പണിയെടുക്കാനറിയാം, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനറിയാം, സമരം നടത്തേണ്ടടുത്ത് സമരം നടത്താനറിയാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരെ അന്തയ്ക്ക് വിളിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷൻ്റെ അവിടം വരെ പ്രവർത്തകരുമായിട്ട് പോയിട്ട് പ്രതിഷേധ റാലിയായിട്ട് ചെല്ലുന്നു. ചാണ്ടിയുമ്മൻ തന്നെ പറയുന്നു, നിങ്ങളോട് നിൽക്കാൻ ഞങ്ങൾ 3-4 പേരെ മാത്രം കൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് സംസാരിച്ചിട്ട് വരാം, കാരണം ഇവരെല്ലാം കൂടെ സ്റ്റേഷനിൽ പോയാൽ അടിയും പിടിയും ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ചാണ്ടിയുമ്മൻ സമചിത്തതയോടെയും സംയമനത്തോടെയും ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. ബാക്കിയുള്ളവർ വേണമെങ്കിൽ അവിടെ പോയിട്ട് പോലീസുകാരോട് നീ പടാവില്ലേ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച പോലെ നീ ആരാടാ, ഏത് അപ്പൻ്റെ പ്രായമുള്ള പോലീസുകാരനോട് ചോദിക്കുന്നത്, നീ ആരാടാ, ഗതി കെട്ടിട്ട് അതുങ്ങൾ ഈ പണിയെടുക്കാൻ നിൽക്കുന്നത്. പോലീസുകാരെയൊക്കെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. എന്നിട്ട് സമരം നടത്തുമ്പോൾ നമ്മൾ ഈ സമരം നടത്തിപ്പോന്നാൽ മതി. ഒരു ദിവസം CPM സമരം നടത്താൻ ചെല്ലും, അപ്പോഴും ഇവർ ഈ വെയിലും കൊണ്ടും 4 കല്ലേറും കൊണ്ട് കല്ലേറ് കിട്ടുമ്പോഴാണ് ഇവർ തിരിച്ചടിക്കുന്നത്. അക്രമം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇവർ തിരിച്ചടിക്കുന്നത്. ഇല്ലെങ്കിൽ ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. ഈ തന്തയ്ക്ക് വിളിയും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് അടുത്ത ദിവസം വേറെ പാർട്ടിക്കാരൻ ചെല്ലുക സമരത്തിൽ അപ്പോഴും ഇവർ നിൽക്കുക. കോവിഡ് കാലത്ത് ഈ പോലീസുകാർ പണിയെടുത്ത് നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കുക. കോവിഡ് കാലത്ത് നമ്മളൊക്കെ വീട്ടിലിരിക്കുമ്പം ഇവർ ഈ റോഡ് ചെക്ക് ചെയ്യുകയും ബാക്കിയുള്ളത് ചെയ്യുകയും ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ക്വാറന്റൈനിലേക്ക് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പം സ്വന്തം കുടുംബത്തെ കാണാൻ പറ്റാതെ പോയവരുകൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊറോണ വൈറസും കൊണ്ടാണോ ചെല്ലുന്നതെന്നുള്ള പേടിയുണ്ട്. ഈ രോഗമുള്ളതിനെ ബലമായിട്ട് പിടിച്ച് ക്വാറന്റൈനിൽ കൊണ്ടുപോവുക. പിന്നെ അപ്പോൾ ആ പോലീസുകാരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ പോയത്. അവിടെയാണ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ചാണ്ടിയുമ്മനും വേണമെങ്കിൽ കേരളത്തിൻ്റെ കാക്കിയിട്ട പോലീസ് ശരിക്കും അവർ കാക്കിയല്ല ചുമപ്പാണ് ഇട്ടേക്കുന്നത്, പിണറായി വിജയൻ്റെ പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പതിവ് രാഷ്ട്രീയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സന്ദേശം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ചാണ്ടിയുമ്മൻ ചെയ്തത്. ചാണ്ടിയുമ്മൻ ഭാവിയുടെ വാഗ്ദാനമാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് വന്നതല്ല, അങ്ങനെയുണ്ട്. ഗണേഷ് കുമാർ വരുന്നത് ബാലകൃഷ്ണപിള്ളയുടെ മകനായതുകൊണ്ടാണ് വന്നത്. അതേപോലെ തന്നെ ജോസ് കെ മാണി വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും മാണി സാറിൻ്റെ മകനായതുകൊണ്ട് തന്നെയാണ് വന്നത്. പിന്നീട് അദ്ദേഹം കഴിവ് തെളിയിച്ച വേറെ കാര്യം. അനൂപ് ജേക്കബ് വരുന്നത് TM ജേക്കബിൻ്റെ മകനായതുകൊണ്ട് മാത്രം വന്നതാണ്. കെ മുരളീധരൻ വരുന്നത് കെ കരുണാകരൻ്റെ മകനായതുകൊണ്ട് മാത്രം വന്നതാണ്. അതേസമയം ഉമാ തോമസിൻ്റെ വ്യത്യാസമുണ്ട്. അവർ പണ്ടേ കേസിലുണ്ടായിരുന്നു, പക്ഷേ PT രാഷ്ട്രീയത്തിലും ഇറങ്ങി കുടുംബം നോക്കാൻ വേണ്ടി അവർ ജോലിക്കും പോയി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, അങ്ങനെയുള്ള ചരിത്രം എടുത്ത് കേരളത്തിൻ്റെ ഓരോന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ചാണ്ടിയുമ്മൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്നത് അഡ്വാൻറ്റേജാണ് ജനങ്ങൾക്കിടയിൽ. പക്ഷേ നേതൃത്വത്തിൽ വന്നത് അതുകൊണ്ടല്ല, നേതൃഗുണം കൊണ്ടാണ്, പ്രവർത്തന മികവ് കൊണ്ടാണ്. അതിനു പുറമെ ഇപ്പം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഏറ്റവും ആദരവ് തോന്നുന്ന, ഈ കല്ലെറിയാനും കൊല്ലാനും പിടിക്കാനും പോകുന്നതല്ല, അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ഇന്നലെ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് മാർച്ച് നടത്തിയപ്പം വേണമെങ്കിൽ അക്രമാസക്തമാക്കാം, ഈ പ്രവർത്തകർക്ക് 4 അടി മേടിപ്പിച്ചു കൊടുക്കുക, അത് വലിയ വിഷയമാക്കാം. അപ്പം സ്വന്തം കൂടെ നിൽക്കുന്ന പ്രവർത്തകരെ, അനുയായികളെ, അവരെ പോലും ടൂളായിട്ട് കണ്ട് നേതാവായി മാറുന്ന നേതാക്കന്മാരുടെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തനാവുകയാണ്. ഈരവാദം പറയാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചാണ്ടിയുമ്മൻ്റെ കഴിവ് ആളുകൾ മനസ്സിലാക്കാൻ വൈകി. പക്ഷേ എനിക്ക് അടുത്തറിഞ്ഞപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഞാൻ പലരോടും തർക്കിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ എനിക്കതൊരു എന്താ പറയുക, ഉള്ളൊരു സന്തോഷം തോന്നാറുണ്ട് ആ കാര്യത്തിനകത്ത്. കാരണം ഞാൻ പറഞ്ഞത് ആളുകൾക്ക് ഇപ്പോൾ വൈകിയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ മനസ്സിലാക്കിയ ആൾക്കാർ ചാണ്ടിയോട് അസോസിയേറ്റ് ചെയ്തവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചാണ്ടിച്ചൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്രീഷ്മ പോയിട്ട് ഒരു ദിവസം ഒന്ന് ഇൻട്രാക്ട് ചെയ്താൽ ഗ്രീഷ്മ ഈ അഭിപ്രായം മുമ്പേ പറയുമായിരുന്നു. ഗ്രീഷ്മയെ പോലും ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുമ്പോൾ സമാനമായ ആശയധാര ഉള്ള ആളുകളുമാണ് നിങ്ങൾ. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ള ആളാണ് ഗ്രീഷ്മ. പക്ഷേ തിരിച്ചറിയാൻ വൈകി. അങ്ങനെ ഓരോരുത്തരും തിരിച്ചറിയാൻ വൈകിയിരുന്നു. അങ്ങനെ പക്ഷേ വൈകി കിട്ടുന്ന തിരിച്ചറിവ് ഇച്ചിരി വൈകിയെന്ന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല ആ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടത് അങ്ങനെയൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ ആ അമ്മ ചാണ്ടിച്ചൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല, കുറേ നേരം ഇങ്ങനെ നിന്നു. പിന്നെ ഈ കയ്യൊന്നും വിടിയിച്ച് അവിടെ നിന്ന് പോരാനില്ല. പക്ഷേ ചാണ്ടിച്ചനും ഒരു നെഞ്ചിന് തകർച്ച ഉണ്ടാവുന്നുണ്ടാവും. ആ നെഞ്ചിന് തകർച്ച ഉണ്ടാവും, ചിലപ്പോൾ കരഞ്ഞു പോകുമെന്നുള്ളതുണ്ടാവും. കരഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ പറയാം അഭിനയമാണെന്ന് പറയും. ചാണ്ടിച്ചനൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള കരച്ചിലാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ചാണ്ടിച്ചൻ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് കെട്ടിവെക്കാനുള്ള പൈസ മേടിച്ചതെന്നറിയോ? COT നസീറോ അങ്ങനെ ഒരു നസീറുണ്ട് തലശ്ശേരിയിലെ, ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച ആളാണ്. ആ കേസിലെ പ്രതിയായിരുന്നു. അവർ വന്ന് ഇങ്ങനെ അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ആ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തില്ല, അവൻ ശിക്ഷിക്കപ്പെടും. ആ നസീറിൻ്റെ പിന്നെ ഉമ്മയാണ് പിന്നെ ചാണ്ടിച്ചിന് കെട്ടിവെക്കാനുള്ള പണം കൊടുക്കുന്നത്. മനുഷ്യ മനസ്സുകളെ കീഴടക്കിയതാണ്. കാരണം അവരുടെ
എക്സ്പീരിയൻസിൽ നിന്നാണ്, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അവർക്ക് അതിന് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓരോരുത്തരും പിന്നെ ബാപ്പായുടെ കബറടത്തിൽ പോകുന്നു, അമ്മാവൻ്റെ പിന്നെ ശവക്കല്ലറയിൽ പോകുന്നു, മറ്റേ ആളെ ശ്മശാനത്തിൽ പോകുന്നു. ഇതാകെ മീഡിയക്കാരെയും കൊണ്ട് പോയിട്ട് ആകെ അവിടെ സീനുണ്ടാക്കുന്നു. ചാണ്ടിച്ചൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം സ്വാഭാവികമായിട്ടും വൈകാരികമായിട്ടുള്ള നിമിഷമാണ്. അപ്പ മരിച്ചതിൻ്റെ ഒഴിവിലും കൂടിയാണ് വരുന്നത്. അവിടെ പോയിട്ട് അതൊരു നമ്മുടെ ഒരു തോന്നൽ. ഇപ്പം ഞാൻ എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കറിയാം ഈ സ്വർഗവും നരകവും ഒന്നും ഇല്ല എന്നൊക്കെ എനിക്കറിയാം, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അവരെ ഒന്ന് ഓർത്തു പോകും നമ്മൾ ആ സമയത്ത്. അപ്പോൾ ചാണ്ടിച്ചൻ വളരെ ഇമോഷണലായി, പക്ഷേ അവിടെ വളരെ സമചിത്തതയോട് കൈകാര്യം ചെയ്തു. ആളുകൾ ഇങ്ങനെ തിരക്കി ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളൊന്ന് എനിക്ക് ഇച്ചിരി സ്വസ്ഥത എന്ന് പറഞ്ഞത്. കാരണം അതിൻ്റെ ധ്യാനാത്മകമായ മനസ്സോട് കൂടിയിട്ടാണ് അപ്പയുടെ കല്ലറയുടെ മുമ്പിൽ, അപ്പൻ്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ നിന്നപ്പോൾ എനിക്ക് ഇച്ചിരി സ്വസ്ഥത അവിടെ നിന്ന് അതൊരു സീനാക്കി മാറ്റണം എന്ന് ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഒരു പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുന്ന, ഏറ്റവും മാന്യമായ ആളുകളോട് പെരുമാറുന്ന, ഒരു ജാടയുമില്ലാതെ സംസാരിക്കുന്ന, നമ്മളൊന്നും വിളിച്ചങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പക്ഷേ എപ്പോഴെങ്കിലും 1-2 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനകത്ത് സാറേന്ന് വിളിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാതെ, അല്ലെങ്കിൽ പൊക്കി പറയണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാതെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഹേയ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം എന്ന രീതിയിൽ. എന്നാൽ അതിനകത്തൊരു ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് മുമ്പ് പലരെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. കോൺഗ്രസ്സിന് ആയുസ് ഉണ്ടെങ്കിൽ, അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, കണ്ടീഷനുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആയുസ് ഉണ്ടെങ്കിൽ UDFന് പിന്നെ വീണ്ടും ഭരണം കിട്ടുന്ന സ്ഥിതിഗതികളുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവായി ഇത്തവണ വരും ഇപ്പോഴത്തെ സ്ഥിതിയിൽ. കാരണം ഈ വിഷയങ്ങളെല്ലാം ആശുപത്രി ഇടിഞ്ഞാട്ടിലും ബാക്കിയുള്ളതും പിന്നെ അപ്പോഴേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ചികിത്സയ്ക്ക് പോലും എല്ലാം, അതായത് പച്ചമലയാളത്തിൽ ഇങ്ങനെ ആണല്ലോ പുള്ളി പറഞ്ഞേക്കുന്നത്, നീയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഇടിഞ്ഞാടി ചത്തോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിക്കോ, ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ പൈസയും കൊണ്ട് ഞാൻ അമേരിക്കയിൽ പോയിട്ട് എന്തായാലും ഞാൻ ചികിത്സിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്, നീയൊക്കെ അവിടെ എന്തെങ്കിലും ആയിക്കോ എന്നുള്ള മട്ടില്ല പോയെ. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് UDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പം വീണ്ടും തുടർ ടേമുകൾ കിട്ടുകയാണെങ്കിൽ ഒരു 10 ഒക്കെ വർഷം കഴിയുമ്പം, ബാച്ചിലറും കൂടിയാണ് ആലോചിച്ച് നോക്കണം, കഴിയുമ്പം പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള പിന്നെ ഉമ്മൻചാണ്ടിയോട് ജനങ്ങൾക്കുള്ള വൈകാരികമായ അടുപ്പവും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പം ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ എഴുതി തള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി മുഖ്യമന്ത്രിയായിട്ട് പോലും ഞാനിപ്പോൾ കാണുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ വക്താവല്ല, എനിക്ക് എന്നോട് താല്പര്യമില്ലാത്തതാണ് എന്നുള്ളത് ഇപ്പോൾ നിനക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ ആ കാര്യങ്ങൾ. അപ്പം എന്നെ സംബന്ധിച്ചാൽ ഞാൻ ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ കാണാൻ.